കേരളത്തിലെ 7 റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമഗ്ര നവീകരണം. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദവും ആധുനികവുമായ യാത്രാനുഭവം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റേഷനുകൾക്ക് പുതിയ മുഖം നൽകുകയാണ് റെയിൽവേ. ലോകോത്തര നിലവാരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി സ്റ്റേഷനുകളുടെ രൂപവും സംവിധാനങ്ങളും പൂർണ്ണമായി മാറാനൊരുങ്ങുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ 7 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ടൗൺ, തൃശൂർ, ഷൊർണൂർ ജംഗ്ഷൻ, കോഴിക്കോട് എന്നീ സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടന ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള 2 സ്റ്റേഷനുകളിലും പാലക്കാട് ഡിവിഷന് കീഴിലുള്ള 5 സ്റ്റേഷനുകളിലുമാണ് നവീകരണം പൂർത്തിയായത്. വിവിധ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിന് അനുവദിച്ച തുക ഇങ്ങനെയാണ്: തിരൂർ 26.55 കോടി, നിലമ്പൂർ റോഡ് 16.44 കോടി, പരപ്പനങ്ങാടി 14.21 കോടി, ഫറോക്ക് 7.59 കോടി, ചാലക്കുടി 9.94 കോടി, അങ്കമാലി 9.28 കോടി. യാത്രക്കാരുടെ സൗകര്യങ്ങൾ മുൻനിർത്തി സ്റ്റേഷനുകളിൽ വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ആധുനിക ടിക്കറ്റ് കൌണ്ടറുകൾ, എസ്കലേറ്ററുകൾ, ലിഫ്റ്റുകൾ, മികച്ച ശുചിമുറികൾ, ഡിജിറ്റൽ വിവരഫലകങ്ങൾ, സൗജന്യ വൈഫൈ, കൂടുതൽ പാർക്കിംഗ് സൗകര്യം എന്നിവ ഒരുക്കും. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും യാത്ര എളുപ്പമാക്കാൻ റാമ്പുകൾ, ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ, ടാക്റ്റിൽ പാതകൾ, പ്രത്യേക ശുചിമുറികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷ ശക്തിപ്പെടുത്താൻ ഹൈ ഡെഫിനിഷൻ CCTV ക്യാമറകൾ, മെച്ചപ്പെട്ട സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾ, കൂടുതൽ പ്രകാശമുള്ള പ്ലാറ്റ്ഫോമുകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഷനുകളുടെ പുറംഭാഗവും സമഗ്രമായി നവീകരിക്കും. പ്രാദേശിക പൈതൃകവും സാംസ്കാരിക പ്രത്യേകതകളും പ്രതിഫലിപ്പിക്കുന്ന രൂപകൽപ്പനയിലൂടെ ഓരോ സ്റ്റേഷനും അതത് പ്രദേശത്തിന്റെ അടയാളമായി മാറ്റുകയാണ് ലക്ഷ്യം. കൂടുതൽ ഹരിതാഭമായ പരിസരവും ഊർജ്ജ സംരക്ഷണ സംവിധാനങ്ങളും ഉൾപ്പെടുത്തും. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആധുനിക CCTV ക്യാമറകൾ, മെച്ചപ്പെട്ട ലൈറ്റിംഗ്, സുരക്ഷാ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയും ശക്തിപ്പെടുത്തും. തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാരുടെ സഞ്ചാരം കൂടുതൽ സുഗമമാക്കുന്ന രീതിയിലാണ് പ്ലാറ്റ്ഫോമുകളുടെ പ്രവേശന കവാടങ്ങളും പുനഃക്രമീകരിക്കുന്നത്. ഈ നവീകരണത്തോടെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ യാത്രയ്ക്കുള്ള കേന്ദ്രങ്ങൾ മാത്രമല്ല, ആധുനിക പൊതുസൗകര്യ കേന്ദ്രങ്ങളായി മാറുമെന്ന് റെയിൽവേ അധികൃതർ പ്രതീക്ഷിക്കുന്നു. ആഭ്യന്തര വിനോദസഞ്ചാരത്തിനും സംസ്ഥാനത്തിന്റെ ഗതാഗത വികസനത്തിനും പദ്ധതി കൂടുതൽ കരുത്തേകുമെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. കേരളത്തിലെ റെയിൽവേ യാത്രയ്ക്ക് പുതിയ മുഖം നൽകുന്ന ഈ നവീകരണ പദ്ധതി പൂർത്തിയാകുന്നതോടെ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവും ആധുനികവുമായ യാത്രാനുഭവം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ 1300-ലധികം റെയിൽവേ സ്റ്റേഷനുകളാണ് ഘട്ടം ഘട്ടമായി നവീകരിക്കാൻ ഒരുങ്ങുന്നത്. കേരളത്തിലെ നിരവധി സ്റ്റേഷനുകളിൽ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിലാണ് സംസ്ഥാനത്തെ 7 സ്റ്റേഷനുകളിലെ പ്രധാന നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി റെയിൽവേ അധികൃതർ അറിയിച്ചത്. യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കാണ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഓരോ സ്റ്റേഷന്റെയും രൂപകൽപ്പനയിൽ പ്രാദേശിക പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുശൈലിയും ആധുനിക നിർമ്മാണ രീതിയും സംയോജിപ്പിച്ചാണ് പുതിയ സ്റ്റേഷൻ കെട്ടിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് പദ്ധതിയുടെ ഭാഗമായി പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക കിയോസ്കുകളും സജ്ജമാക്കുന്നുണ്ട്. ഇതിലൂടെ ചെറുകിട സംരംഭകർക്കും കരകൌശല തൊഴിലാളികൾക്കും വിപണി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പരിസ്ഥിതി സൗഹൃദ വികസനത്തിനും പദ്ധതിയിൽ പ്രാധാന്യമുണ്ട്. ഹരിതവൽക്കരണം, ഊർജ്ജ സംരക്ഷണ സംവിധാനങ്ങൾ, മഴവെള്ള സംഭരണം, മികച്ച മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവ ഘട്ടം ഘട്ടമായി നടപ്പാക്കും. സ്റ്റേഷൻ പരിസരങ്ങളിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യവും വാഹന ഗതാഗതം സുഗമമാക്കുന്ന സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ യാത്രയാരംഭിക്കുന്ന ഇടങ്ങൾ മാത്രമല്ല, നഗരങ്ങളുടെ പ്രധാന പൊതുകേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്തെ മറ്റ് സ്റ്റേഷനുകളിലും നവീകരണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിൽ പുതിയ അധ്യായം കുറിക്കുന്ന പദ്ധതിയായാണ് അമൃത് ഭാരത് സ്റ്റേഷൻ നവീകരണത്തെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.